എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളായി ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നിർബന്ധമായും ഇത്രയും ഭാഗങ്ങൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ആസ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിലെന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്ലാനിങ്, ഓപ്ഷൻ ബി കോർഡിനേറ്റിംഗ്, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ്, പ്ലാനിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് ഡാഷ് ആൻ ആർട്ട് എ സയൻസ്, ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്, നൈദർ. നമുക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആകുന്നു. തേർഡ് പോയിന്റ്, പോളിസി ഫോമുലേഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡാഷ്. ഏത് ലെവലിൻ്റെ ഫങ്ഷനാണ് പോളിസി ഫോമുലേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്? ടോപ്പ് ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ഓൾ ഓഫ് ദീസ്. പോളിസി ഫോമുലേഷൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആകുന്നു. ഫോർത്ത് വൺ, മിസ്റ്റർ ബാബു ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് പ്രീമിയം ലിമിറ്റഡ്. നെയിം ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഹീ ബിലോങ്സ്. ബാബു എന്ന് പറയുന്നത് CEO ആണ്. നെയിം ദ ലെവൽ. CEO ഏത് ലെവലിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസറും ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ ലെവൽസ് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന എക്സാമ്പിൾ അടക്കം പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തവണ ടോപ്പ് ലെവലാണെങ്കിൽ ഈ തവണ ലോവർ ലെവലും ചോദിക്കാം, മിഡിൽ ലെവലും ചോദിക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, സൂപ്പർവൈസർ അത് ഏത് ലെവലിലാണ് ഉൾപ്പെടുന്നതെന്ന്. അത് നമുക്കറിയാം, ലോവർ ലെവൽ. അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനൽ ആണ്. എന്തുകൊണ്ടാണ്? മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആണ്, മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്സ് ആണ്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഇപ്പോൾ നമുക്കറിയാം ഡയമെൻഷനൽ എന്ന് പറയുമ്പോൾ തന്നെ 3 എണ്ണം വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളും വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് വർക്കും വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ആറാമത്തെ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്യാത്ത കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് ഓറിയൻറ്റഡ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി, ഡൈനാമിക്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. ഏഴാമത്തെ, കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദി ഫങ്ഷൻ ഓഫ്. എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 1 വേർഡുകൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട. വാട്ട് ഈസ് മീൻ ബൈ എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ എഫക്റ്റീവ്നെസ് പഠിക്കുമ്പോൾ എഫിഷ്യൻസിയും കൂടി പഠിക്കണം. ചിലപ്പോൾ എഫിഷ്യൻസി ആയിരിക്കാം ഇതവണ ചോദിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും കൂടി ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ്നെസ്സിൻ്റെ ആൻസർ നൽകിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് 2 എണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നെയിം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ പേര് മാത്രം കൊടുത്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എപ്പോഴും മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളെപ്പോഴും ആൻസർ ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ 2 മീനിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് പഠിക്കേണ്ടത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. പ്രൊഫഷൻ ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ പോയിൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷനാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആർട്ടും ചോദിക്കാം, സയൻസും ചോദിക്കാം. അപ്പോൾ അതനുസരിച്ച് അത് 3ഉം പഠിച്ചു വെക്കണം. രണ്ടാമത്തെ, എക്സ്പ്ലെയിൻ ഇനി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എഴുതുമ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സും പഠിച്ചു വെക്കണം, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ അശോക് ഈസ് വർക്കിംഗ് ആസ് എ സൂപ്പർവൈസർ ഇൻ ലൂണാർ റബ്ബേഴ്സ്. നെയിം ദ ലെവൽ മാനേജ്മെൻറ്റ് ഹീ ഈസ് വർക്കിംഗ്. സൂപ്പർവൈസർ എന്നുള്ളത് ഏത് ലെവലിലാണ് വരുന്നത്? ലോവർ ലെവലിലാണ് വരുന്നത്. ലിസ്റ്റ് ഔട്ട് എനി 3 ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഹിം. ലോവർ ലെവൽ പെർഫോം ചെയ്യണ ഏതെങ്കിലും 3 ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെവൽ ഏതാണെന്ന് എഴുതണതിന് 1 മാർക്കും, പിന്നെ 3 ഫങ്ഷൻസ് എഴുതണതിന് 3 മാർക്ക്. അങ്ങനെ 4 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ ഈ 3 ഫങ്ഷൻസ് ഏതൊക്കെയാണ്?
First one, issuing orders and instructions of middle management to workers, planning day-to-day activities and assign tasks to workers, ensuring safety and maintain good working conditions. ഈ ലോവർ ലെവൽ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ മിഡിൽ ലെവലും പഠിക്കേണ്ടതാണ്, ടോപ്പ് ലെവലും പഠിക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോവർ ലെവൽ ചോദിച്ചെങ്കിൽ ഈ പ്രാവശ്യം മിഡിൽ ലെവലും ചോദിക്കാം, ടോപ്പ് ലെവലും ചോദിക്കാം, അല്ലെങ്കിൽ ലോവർ ലെവൽ തന്നെ ചോദിക്കാം. അപ്പം പഠിക്കുമ്പോൾ 3 ലെവൽസും നന്നായി പഠിച്ചു വയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഡു യു എഗ്രി വിത്ത് ഹിം? കമൻറ്റ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു എസെൻസ് ആണെന്നാണ് പറയുന്നത്, അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. യെസ്, എഗ്രി, ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണെന്നറിയാം. അതെന്തുകൊണ്ടാണ്? കോർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏത് ഫംഗ്ഷനായാലും പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, സ്റ്റാഫിങ് എല്ലാ ഫംഗ്ഷൻസും ചെയ്യണമെങ്കിൽ കോർഡിനേഷൻ അത്യാവശ്യമാണ്. കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവലായാലും മിഡിൽ ലെവലായാലും ലോവർ ലെവലായാലും അവിടെ കോർഡിനേഷൻ അത്യാവശ്യമാണ്. കോർഡിനേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു ഫങ്ഷനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഈ 3 പോയിൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെയും ചോദിച്ചിട്ടുള്ളത്. ഇതുവരെയായിട്ട് ഒരു എസ്സേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടില്ല. 4 മാർക്കും 5 മാർക്കും 3 മാർക്കിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 1 വേർഡും ചോദിക്കാറുണ്ട്, 2 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വിട്ടുപോകാതെ എല്ലാവരും പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.